എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മഞ്ഞ വറ്റ കൊണ്ട് ഒരു ഫിഷ് മോളി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അതിനു വേണ്ടി 1/2 കിലോ മാംസം മാത്രം എടുത്ത് അത് പല ആവർത്തി കഴുകി വൃത്തിയാക്കി എടുത്തത്. ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞപ്പൊടി, അല്പം മുളക് പൊടി, ഒരു പിടി ചുമന്ന ഉള്ളി, 2 തണ്ട് കറിവേപ്പില, അല്പം ഉലുവ കടുക് പൊടിച്ചത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്. ഇതെല്ലാം കൂടി എണ്ണയിലൊന്ന് വാട്ടിക്കോരിയെടുക്കുക. അതിനുശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് ഒരു അടപ്പ് വിനാഗിരിയും അല്പം എണ്ണയും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത ഈ അരപ്പ് ഓരോ കഷ്ണത്തിലും അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് അത് ഉരുളിയിൽ നന്നായിട്ട് ഉരുളി ചൂടാകുമ്പം വാഴയിലയിലേക്ക് ഈ കഷ്ണങ്ങൾ നിരത്തി അടച്ച് വെച്ച് ഒരു 40% വെന്താൽ മതി. വെന്ത് അത് വാങ്ങി വെക്കുക. കറിക്കുള്ള അടുത്ത കണ്ടന്റുകളാണ് ഇത്. മീൻ ഒരു 45% ഇലയിൽ പൊള്ളിച്ചെടുത്തതാണ്. ഇത് കുറച്ചേറെ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചുമന്നുള്ളിയാണ് കറിക്ക് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലുള്ളത്. പിന്നെ തക്കാളിയും ഈ സവാളയും കൂടുതൽ എടുക്കുമ്പോൾ അതിനൊരു മതിരിപ്പ് കയറി വരും. അതിനാൽ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം സവാള, ഒരു കഷ്ടിച്ചു പകുതി തക്കാളി, ഇത് കുറച്ച് പച്ചമുളക്, രമ്പയില, കറിവേപ്പില, പട്ടയുടെ ഇല. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കുന്നത് ഇത് മസാലക്കൂട്ടുകളാണ്. ഇത് എല്ലാം കൂടി അരച്ച് അതിൻ്റെ കൂടെ ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ വെളുത്തുള്ളി അല്ലി, ഇത് കാഷ്യൂനട്ട്, ഇത് മല്ലിപ്പൊടി, ഇത്രയും അരച്ചെടുക്കുന്ന ഇത് തേങ്ങ പാല് പിഴിഞ്ഞ് 1-ാം പാല് കുറച്ച് വെള്ളം കുറച്ചും 2-ാം പാല് ഇച്ചിരി വെള്ളം അങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കണ്ടന്റുകളെല്ലാം അതിൽ വാട്ടി ഒരുവിധം മൂപ്പാകുമ്പോൾ അത് വാങ്ങി വെച്ച് മറ്റൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കണ്ടന്റ് ഒഴിച്ച് അത് ചെറുതായിട്ട് ഒരല്പനേരം ഒന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് 2-ാം പാൽ ഒഴിക്കുന്നു. ആ സമയം അല്പം ഉപ്പ് ഇടാം. പിന്നീട് നമ്മുടെ കഷ്ണം വറക്കാൻ നേരത്ത് അല്പം വിനാഗിരി ചേർത്താണ് വറുത്തത്. അപ്പോൾ ഇതിലേക്ക് വിനാഗിരിയോ നാരങ്ങാനീരോ വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ടാൽ കുഴപ്പമില്ല. അങ്ങനെ അതിലേക്ക് ഈ വറുത്ത് വെച്ച ഈ കണ്ടന്റും കൂടെ ഇട്ട് അല്പനേരം തിളച്ച് ചെറിയ വറ്റാകാറാകുമ്പോൾ 1-ാം പാൽ ഒഴിക്കുക. ആ 1-ാം പാൽ ഒഴിക്കുന്ന ഒപ്പം തന്നെ വറുത്ത് വച്ചിരിക്കുന്ന കണ്ടന്റും കൂടെ ഇതിലേക്കിട്ട് കറക്റ്റ് ചെയ്ത് വാങ്ങാറാകുമ്പോൾ രമ്പയില, കറിവേപ്പില, ഇഷ്ടമുള്ള ഇലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിടുക. ഞാനിവിടെ ഇട്ടിരിക്കുന്ന രമ്പയില, കറിവേപ്പില, പട്ടയുടെ ഇല, ഇത്രയാണ് ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ മല്ലിയില ഇടാം, പുതിനയില ഇടാം, നമുക്ക് എന്തുണ്ടോ അതൊക്കെ ഇടാം. പക്ഷെ ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഒരു ഫിഷ് മോളി